إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. മനുഷ്യനായി ജനിച്ച ഏതൊരാൾക്കും താൻ ജീവിക്കുന്ന, താൻ ജനിച്ചു വളർന്നു വന്ന നാടുമായി പ്രകൃതിപരമായി ഒരു ബന്ധമുണ്ട്. ആ ബന്ധമെന്നാൽ അവന്റെ സ്വഭാവത്തെയും അവന്റെ മൂല്യങ്ങളെയും അവന്റെ വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നതിൽ ആ നാടിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ നാടിനോടും തന്റെ രാജ്യത്തോടുമുള്ള സ്നേഹം എന്നത് മനുഷ്യപ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിക്ഷേപിച്ചതാണ്. സ്വന്തം നാടിനോടുള്ള സ്നേഹം, ആ സ്നേഹത്തെയും നാട്ടിൽ നിന്ന് വിട്ടുപിരിയുന്നതിന്റെ വേദനയും അത് എത്രത്തോളമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അഥവാ ജീവിതത്തോട് ഉള്ള സ്നേഹത്തെ, ജീവിതത്തോടുള്ള മനുഷ്യന്റെ സ്നേഹത്തെ ഉപമിച്ചുകൊണ്ട് നാടിനോടുള്ള ബന്ധത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വലൗ അന്ന കതബ്നാ അലൈഹിം അൻ യഖ്തുലൂ അൻഫുസകും അവ യഖ്റുജൂ മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലുൻ മിൻഹും വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തഫ്ബീതാ. ഒരാളോട് സ്വന്തം ജീവൻ വധിക്കാൻ പറയുന്നതും സ്വന്തം നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നതും ഒരുപോലെ കഠിനമായ കാര്യമാണ് എന്നർത്ഥം. ഇത് കാണിക്കുന്നത് ഒരു വിശ്വാസിക്ക് തന്റെ നാട് ജീവന് തുല്യം പ്രിയപ്പെട്ടതാണ് എന്നത് തന്നെയാണ്. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാത്ത അവസരത്തിൽ ഒരു നിലക്കും ഒരു നാട്ടിൽ നിൽക്കാൻ നിർവാഹമില്ല. തന്റെ വിശ്വാസ സംരക്ഷണത്തിനായി നാട് വിട്ടുപോകൽ അനിവാര്യമാകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് നാട് വിട്ടുപോകാൻ അഥവാ ഹിജ്റക്ക് അനുമതി നൽകിയിട്ടുള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും ഉയർന്ന സ്വഭാവത്തിന്റെയും ഉത്തമമായ വ്യക്തിത്വത്തിന്റെയും അടയാളമായി പണ്ഡിതന്മാർ എണ്ണുന്നത് അവന്റെ നാടിനോടുള്ള സ്നേഹത്തെയാണ്. ഫൻളുർ ഇലാ ഹനീനിഹി ഇലാ ഔസാനിഹി. ഒരാളുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ അവന്റെ നാടിനോടുള്ള അവന്റെ സ്നേഹം, അവന്റെ ആഗ്രഹം, വതശവ്വുഖിഹി ഇലാ ഇഖ്വാനിഹി, തന്റെ സഹോദരങ്ങളുമായുള്ള ഈടുറ്റ ബന്ധവും, വബുകാഇഹി അലാ മാ മളാ മിൻ സമാനിഹി, കഴിഞ്ഞുപോയ തന്റെ കാലത്തെക്കുറിച്ച് അവന്റെ ഓർമ്മകളും നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ
രേഖപ്പെടുത്തുവാനുള്ള കാരണം അതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടികളിൽ നിക്ഷേപിച്ചിട്ടുള്ള ഈ പ്രകൃതി സഹജമായ ഗുണത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സലാസു ഖിസാലിൻ ഫി സലാസത്തി അസ്നാഫി മിനൽ ഹയവാൻ, മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും ഇത് നമുക്ക് ദൃശ്യമാണ്. അൽ ഇബിലു തഹിന്നു ഇലാ ഔതാനിഹാ വഇൻ കാന അഹ്ദുഹാ ബഈദ, ഒട്ടകം എത്ര വിദൂരത്താണെങ്കിലും ശരി അത് അതിന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാൻ എപ്പോഴും വെമ്പൽ കൊള്ളുന്ന സ്വഭാവം ഒട്ടകത്തിനുണ്ട്. വത്വയ്റു ഇലാ വക്രിഹി വഇൻ കാന മൗളിഉഹു മുജ്ദിബ, ഒരു പക്ഷി അത് അതിന്റെ കൂട് നിൽക്കുന്ന സ്ഥലം എത്ര വരണ്ടതാണെങ്കിലും ശരി ആ കൂട്ടിലേക്ക് തന്നെ അത് പറന്നെത്തുന്നുണ്ട്. വൽ ഇൻസാനു ഇലാ വത്വനിഹി വഇൻ കാന ഗൈറുഹു അക്സറു നഫ്അ, മനുഷ്യൻ അവൻ മറ്റു നാടുകളിൽ കൂടുതൽ ഭൗതികമായ ലാഭങ്ങളും സൗകര്യങ്ങളും അവന് കിട്ടിയാലും ശരി താൻ ജനിച്ച നാടിനോട് അടങ്ങാത്ത ഒരു സ്നേഹം, ഒരു ബന്ധം പ്രകൃതിപരമായി കൂട്ടപ്പെട്ടതായി മനുഷ്യനിൽ കാണാൻ സാധിക്കുമെന്നതാണ്. അത് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാം. നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ജീവിച്ച നാടുമായുള്ള പ്രവാചകന്റെ അളവറ്റ സ്നേഹം, അളവറ്റ ബന്ധം അത് നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ തുടക്കത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി നുബുവത്ത് ലഭിച്ച സന്ദർഭത്തിൽ ഭയവിഹ്വലനായി പേടിച്ചരഞ്ഞു വന്ന ആ ഒരു സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഉണ്ടായ അനുഭവം വറഖത്ത് ബിൻ നൗഫൽ കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഹാദൻ നാമൂസ് അല്ലദീ നസ്സലല്ലാഹു അലാ മൂസ യാ ലൈതനി ഫീഹാ ജസ്അ ലൈതനി അകൂനു ഹയ്യൻ ഇദ് യുഖ്രിജുക ഖൗമുക്, ഇത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കി കൊടുത്ത അതേ ദൂതനാണ്, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നിന്റെ ജനത നിന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് വറഖത്ത് ബിൻ നൗഫൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ അത്ഭുതത്തോടുകൂടി വേദനയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ച ചോദ്യമാണ്, അവ മുഖ്രിജിയഹും, അവർ എന്നെ എന്റെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ, എന്റെ നാട്ടുകാർ ഞാൻ ജനിച്ചു വീണ ഈ മക്കയിൽ നിന്ന് എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുകയോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. സ്വന്തം ജനത തന്നോട് ശത്രുത കാണിക്കുമെന്നതിനേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചത് നാട് വിടേണ്ടി വരും, ജനിച്ചു വളർന്ന നാട് വിടേണ്ടി വരും എന്ന കാര്യമായിരുന്നു. അവസാനം അത് സംഭവിച്ചു. മക്കയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വളർന്ന ആ മക്കയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയേണ്ട സാഹചര്യമുണ്ടായി. മക്കയിൽ നിന്ന് ഒരു നിർവാഹവുമില്ലാതെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മക്കയിൽ ശത്രു വിഭാഗം നിൽക്കാൻ സമ്മതിക്കാത്ത സാഹചര്യം വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ നിർബന്ധിതനായപ്പോ അവിടുന്ന് മക്കയുടെ അതിർത്തിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജന്മനാടായ പ്രിയപ്പെട്ട മക്കയെ നോക്കി വിതുമ്പിക്കൊണ്ട് പറയുകയുണ്ടായി, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാഹ്, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ നാട് നീ തന്നെയാണ് മക്ക. വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നാട് മക്ക നീ തന്നെയാണ്. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, എന്റെ ഈ നാട്ടുകാർ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും പുറത്തു പോകില്ലായിരുന്നു എന്ന് താൻ ജനിച്ചു വളർന്ന പ്രിയപ്പെട്ട മക്കയെ നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ജനിച്ച നാടിനോടുള്ള പ്രവാചകന്റെ ആ ബന്ധം, ആ സ്നേഹമാണത്. പ്രവാചകനെ ആ നാട്ടുകാർ അടർത്തി മാറ്റാൻ ശ്രമിച്ചപ്പോ അകലാൻ കഴിയാത്ത രാജ്യസ്നേഹത്തിന്റെ ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ
നമുക്കവിടെ നിഴലിക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തി. മദീനയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ രണ്ടാമത്തെ മാതൃരാജ്യമായി സ്വീകരിക്കുകയാണ്. അവിടെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാജ്യസ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ഖദിമ മിൻ സഫർ, പ്രവാചകൻ ഒരു യാത്ര കഴിഞ്ഞു മദീനയിലേക്ക് തിരിച്ചെത്തുമ്പോ ഫനദറ ഇലാ ജുദുരാത്തിൽ മദീന, മദീനയുടെ ചുവരുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്ന സന്ദർഭത്തിൽ ഔളഅ നാഖതഹു വഇൻ കാന അലാ ദാബത്തിൻ ഹറകഹാ മിൻ ഹുബ്ബിഹാ, തന്റെ മദീനയുടെ മതിലുകൾ കാണുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ സഞ്ചരിക്കുന്ന വാഹനത്തെ വേഗത്തിലാക്കുകയുമായിരുന്നു. അത് മദീനയോടുള്ള പ്രവാചകന്റെ സ്നേഹമായിരുന്നു എന്നതാണ്. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഈ ഹദീസ് മദീനയുടെ മഹത്വത്തെ അറിയിക്കുന്നതിലപ്പുറം താമസിക്കുന്ന നാടിനോടുള്ള സ്നേഹത്തിന്റെ ആവശ്യകതക്കുള്ള പ്രമാണമാണ് എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇത് സ്വഹാബികളിൽ നമുക്ക് കാണാം, മുൻഗാമികളിലും താൻ ജനിച്ച നാടിനോടുള്ള രാജ്യസ്നേഹത്തിന്റെ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായി സിറിയയിലെ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ഗ്രാമീണ വനിതയായ മൈസൂൻ ബിൻതു ബഹദൽ, കൊട്ടാര സുഖങ്ങളെക്കാൾ, കൊട്ടാര ജീവിതം ലഭിച്ചിട്ട് പോലും കൊട്ടാര സുഖങ്ങളെക്കാൾ താൻ ജനിച്ച ഗ്രാമീണമായ ലളിത ജീവിതത്തെ അവർ ഇഷ്ടപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മദീനയിലെത്തിയ ബിലാൽ റളിയല്ലാഹു അൻഹു പനി പിടിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ മക്കയിലെ ആ പുല്ലുകൾ, മജന്നയിലെ ആ ഉറവകൾ അതോർത്തുകൊണ്ട് അദ്ദേഹം ആ ജനിച്ച അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞിരുന്ന മക്കയിലെ ആ ജീവിതത്തെ ഓർച്ച്, ആ നാടിനെ ഓർത്തുകൊണ്ട് അദ്ദേഹം കവിത ആലപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന്റെ പുരോഗതിയും അതുപോലെ തന്നെ ഇവിടുത്തെ നിർഭയത്വവും നമ്മുടെ ആവശ്യമാണ്. നാട്ടിൽ നന്മയുണ്ടായാൽ അതിന്റെ ഗുണം എല്ലാവർക്കും ലഭിക്കും. അതല്ല, ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കപ്പൽ യാത്രക്കാര് ഉപമയിലൂടെ നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒരു കപ്പലിൽ താഴെയും മുകളിലുമായി ആളുകൾ യാത്ര ചെയ്യുന്നു. താഴെയുള്ളവർക്ക് വെള്ളം വേണമെങ്കിൽ മുകളിലുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് വേണം അത് ലഭിക്കാൻ. എന്നാൽ അത് മറ്റുള്ളവരെ, മുകളിലുള്ളവരെ ബുദ്ധിമുട്ടാക്കുമെന്ന് കരുതി താഴെയുള്ളവർ വിചാരിക്കുന്നു, ഇവിടെ ഒരു തുളയിട്ട് കഴിഞ്ഞാൽ നമുക്ക് യഥേഷ്ടം വെള്ളം കിട്ടുമല്ലോ, എന്തിനാണ് മുകളിലുള്ളവരെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് കരുതി ആ താഴെയുള്ളവർ കപ്പലിനെ തുളയിട്ട് വിടുന്ന സന്ദർഭത്തിൽ മുകളിലുള്ള ആളുകൾ അത് തടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും രക്ഷപ്പെടാം, അല്ലെങ്കിൽ എല്ലാവരും ആ വിപത്തിൽ പെടുമെന്നർത്ഥം. അഥവാ നാട്ടിൽ ഫസാദ് വ്യാപിക്കുന്ന സന്ദർഭത്തിൽ, കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോ, തിന്മയും അരാജകത്വവും വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ അവിടെ അതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ഫിത്നയെ സൂക്ഷിക്കണം. അത് ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമല്ല അത് ബാധിക്കുക, അതുകൊണ്ട് അത് തടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും രക്ഷപ്പെടാമെന്നാണ്. വിശ്വാസികളുടെ പ്രത്യേകതയായി കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമുദായം എന്ന് പഠിപ്പിച്ചപ്പോ ഉത്തമ സമുദായമാകാനുള്ള ക്വാളിറ്റി എങ്ങനെയാണ് കൈവരിക്കാൻ സാധിക്കുക എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ നന്മ കൽപ്പിച്ചു തിന്മ വിരോധിച്ച് അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമായി നിലനിൽക്കുമ്പോഴാണ് ഏറ്റവും ഉത്തമ സമൂഹമായി നിലനിൽക്കാൻ കഴിയുക എന്നത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാട്ടിൽ വർഗീയതയും ഭിന്നതയും വിദ്വേഷവും വളർത്താൻ ചിലർ മനഃപൂർവമായ ശ്രമങ്ങൾ ചില ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ സമാധാനത്തിന്റെ വക്താക്കളായി നിലകൊള്ളാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിലുള്ള ഈമാനും തഖ്വയും കൈമുതലായി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സഹായം നമുക്ക് ലഭിക്കും. ഞാൻ ആമുഖമായി കേൾപ്പിച്ച വചനം അതാണ്.
സൂറത്ത് അഅറാഫിലെ 96-ാമത്തെ വചനം, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. വലൗ അന്ന അഹ്ലൽ ഖുറ, ആ നാട്ടിലുള്ള ആളുകൾ, അവർ ആമനു വത്തഖൗ, അവർ ഈമാനുള്ളവരായി കഴിഞ്ഞാൽ, തഖ്വയുള്ളവരായി കഴിഞ്ഞാൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് ബറക്കത്ത് നാം ചൊരിഞ്ഞു കൊടുക്കുമെന്നതാണ്. അല്ലാഹുവിന്റെ ബറക്കത്ത് ലഭിക്കാൻ, അനുഗ്രഹങ്ങൾ ലഭിക്കുവാനുള്ള മാനദണ്ഡം പരിശുദ്ധ ഖുർആൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഈമാൻ ഉണ്ടായിരിക്കുക, മറ്റൊന്ന് തഖ്വയുണ്ടായിരിക്കുക എന്നതാണ്. ഈമാനും തഖ്വയും കൈമുതലായി ഉണ്ടാവുക എന്നതാണ്. രാജ്യത്തിന്റെ സമാധാനത്തിനും ക്രമസമാധാനത്തിനും ഭരണാധികാരികൾ അനുസരിക്കുക എന്നത് ആവശ്യമാണ്. പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, കൈകാര്യകർത്താക്കളെ അനുസരിക്കണം എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത കാലത്തോളം രാജ്യത്തിന്റെ ഭരണഘടനയെയും നിയമങ്ങളെയും അനുസരിക്കാൻ മുസ്ലിം ബാധ്യസ്ഥനാണ്. എന്നാൽ ചില ഭരണാധികാരികളുടെ വ്യക്തിപരമായ യുക്തിരഹിതമായ ചില ആഹ്വാനങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവിടെ കൃത്യമായി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ അനുസരിക്കാൻ ലോകത്ത് ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ബാധ്യതയുണ്ട്. ആ ഭരണഘടന അനുവദിച്ചു തരുന്ന രൂപത്തിലുള്ള എന്തെല്ലാം ഏത് മതം സ്വീകരിക്കുവാനും സ്വീകരിച്ച മതം പ്രബോധനം ചെയ്യുവാനും നമുക്ക് ഇവിടെ അനുവാദമുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടത് എത്രമാത്രം അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നതാണ്. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമുക്ക് കാണാൻ കഴിയും. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല പറയാണ്, ലൗ കാന ലി ദഅവത്തുൻ മുസ്തജാബ മാ ജഅൽതുഹാ ഇല്ലാ ഫീ സുൽത്താൻ. ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനത് ഭരണാധികാരിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ മാറ്റിവെച്ചില്ലായിരുന്നു എന്നതാണ്. കാരണം ഭരണാധികാരികൾ നന്മയിലാകുമ്പോഴാണ് നാട് നന്മയിലാവുക. ഭരണാധികാരി ദുഷിച്ചു കഴിഞ്ഞാൽ ആ നാട് നശിക്കും എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ, ഭരണഘടന മൂല്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഹിന്മയുടെ ശക്തികളെ തോൽപ്പിക്കാൻ രാഷ്ട്രീയപരമായിട്ടും സാമുദായികമായിട്ടും നമ്മൾ ബോധവാന്മാരാകണം. ഇലക്ഷനുകളിൽ, പൊതു തെരഞ്ഞെടുപ്പുകളിൽ, പൊതുവിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ആരാധനാ സ്വാതന്ത്ര്യവും ദീന ദഅവത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങളും നമുക്കുണ്ട്. ഈ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാതൃകാ മുസ്ലിമായി ജീവിക്കുവാനും ഇസ്ലാമിന്റെ കാരുണ്യം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ഇത്രമാത്രം സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കാനുള്ള എല്ലാ നിലക്കും സാധ്യമായിട്ടും അത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് ഇന്ന് ഇസ്ലാമിക പ്രബോധനത്തിന് ഭരണഘടന അനുമതി നൽകിയിട്ട് അതിന് അവകാശം വകവെച്ചു തന്നിട്ട് ദഅവത്ത് നടത്തുവാനുള്ള വ്യത്യസ്തമായ മേഖലകൾ, പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താതെ നമ്മിലേക്ക്, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക്, ഭൗതികതയിൽ മാത്രം ഊന്നി എന്റെ കച്ചവടവും എന്റെ ജോലിയും എന്നതിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം നഷ്ടപ്പെട്ട് മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു പരീക്ഷണത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുമെന്ന ഉത്തമ ബോധ്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിശാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സ്വാതന്ത്ര്യം എന്നത് ഏതൊരു മുസ്ലിമിന്റെയും ആഗ്രഹമാണ്, അഭിലാഷമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും വംശഹത്യക്ക് വിധേയമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടുകഴിഞ്ഞതാണ് ഫലസ്തീനും റോഹിംഗ്യയും ചൈനയിലെ ഉയ്ഗൂറുമെല്ലാം അതിലെ ഉദാഹരണങ്ങളാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മോഹങ്ങൾ പോലും സ്വപ്നങ്ങളായി മാറിയ, പൂവണിയാത്ത സ്വപ്നങ്ങളായി അവശേഷിക്കുന്ന അനവധി പ്രദേശങ്ങൾ ലോകത്തുണ്ട്. ബോംബ് സ്ഫോടനങ്ങളുടെയും മിസൈൽ വർഷങ്ങളുടെയും ശബ്ദം കേട്ട് ഞെട്ടിത്തരിക്കുന്ന ബാല്യങ്ങൾ, ഇസ്ലാമിക വേഷം ധരിക്കാൻ തടസ്സം നേരിടുന്നവർ, ജുമുഅ ജമാഅത്തുകൾക്ക് പോവാൻ തോക്കുധാരികൾ തടസ്സം നിൽക്കുന്ന, അവരുടെ ആട്ടും തുപ്പും ഔദാര്യമായി കാത്തിരിക്കേണ്ടി വരുന്ന ദൗർഭാഗ്യകരമായ ജീവിതങ്ങൾ. അതിനിടയിൽ നാം നമ്മളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് കാണാൻ സാധിക്കും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയ നിങ്ങളുടെ സിഹത്ത്, ആരോഗ്യം, നിങ്ങളുടെ നിർഭയത്വം, സുരക്ഷ, സമാധാനം, നിങ്ങളുടെ ഉപജീവനം, ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ റബ്ബിനോട് നിങ്ങൾ നന്ദി കാണിച്ചിട്ടുണ്ടോ എന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള അനിഷ്ടകരമായ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഭാവിയെക്കുറിച്ച് വാചാലരായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, സന്ദേഹമുള്ള ആളുകൾ സ്വന്തത്തോടൊന്ന് ചോദിക്കണം, എനിക്കും നിങ്ങൾക്കും ലഭിച്ച ഈ അനുഗ്രഹത്തിന് നാം എന്ത് ചെയ്തു? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു, വല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ് വഅഖാമുസ് സ്വലാഹ വആതൗസ് സകാ വഅമറൂ ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്. ഭൂമിയിൽ നാം സ്വാധീനം നൽകി കഴിഞ്ഞാൽ, സ്വാധീനം ഭൂമിയിൽ നൽകപ്പെട്ടു കഴിഞ്ഞാൽ, സ്വാധീനം നൽകപ്പെട്ട ആളുകൾ അവരുടെ നിലപാടെന്ത് എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ നിലപാട് നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് സ്വസ്ഥമായി ആരാധന നിർവഹിക്കാൻ ഇസ്ലാമിക പ്രബോധനത്തിന് പറ്റിയ മണ്ണാണെങ്കിൽ, അത് നമുക്ക് റബ്ബ് അനുഗ്രഹിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി വഅഖാമുസ് സ്വലാ, നമസ്കാരം നിലനിർത്തും അവർ, വആതൗസ് സകാ, സകാത്ത് നൽകും അവർ, വഅമറൂ ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും അവർ. നാട്ടിൽ എത്രമാത്രം തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചൊന്നും മിണ്ടാൻ പറ്റൂല, അതൊന്നും വിരോധിക്കുന്നത് ശരിയല്ല എന്ന രൂപത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ, നന്മ കൽപ്പിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടതുണ്ട് നമ്മൾ. വിശുദ്ധ ഖുർആനിന്റെ ഈ ആഹ്വാനം നമ്മൾ എത്രമാത്രം നെഞ്ചിലേറ്റി എന്നത് നമ്മൾ ആലോചിക്കുക. നാടിനും സമൂഹത്തിനും ഗുണമുള്ള ഏത് നന്മയോടും നമുക്ക് ചേർന്ന് നിൽക്കാം. നോക്കൂ നിങ്ങൾ, ഹിൽഫുൽ ഫുളൂൽ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഉദാഹരണമാണ്. ലഖദ് ശഹിദ്തു മഅ ഉമൂമതി ഹിൽഫൻ ഫീ ദാരി അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ മാ ഉഹിബ്ബു അൻ ലീ ബിഹി ഹുമറുൻ നഅം വലൗ ദുഈതു ബിഹി ഫിൽ ഇസ്ലാമി ലഅജബ്തു. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തതിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ വീട്ടിൽ വെച്ച് നടന്ന സഖ്യത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഞാൻ അതിനെ ചുവന്ന ഒട്ടകങ്ങളെക്കാൾ വിലമതിക്കുന്നു. ഇസ്ലാമിനും അത്തരത്തില് ഒരു സഖ്യത്തിന് ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അഥവാ ഭരണഘടന ഉറപ്പു നൽകുന്ന പല അവകാശങ്ങളും തടയപ്പെടുന്ന ചില പ്രശ്നങ്ങൾ ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് മുസ്ലിങ്ങളുടെ നാമം മായ്ക്കാനുള്ള ശ്രമങ്ങൾ, ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചുള്ള ചില അവകാശവാദങ്ങൾ, അതല്ലെങ്കിൽ ചില സ്ഥലനാമങ്ങൾ മാറ്റപ്പെടുന്നത്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികൾ പൊളിക്കപ്പെടുന്നത്, നിർബന്ധ പരിവർത്തനം നടത്തുന്നു എന്ന ആക്ഷേപം, അതങ്ങനെ പോകും. ആ നിലക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ പലപ്പോഴും കരിക്കുലം തന്നെ മാറ്റിമറിച്ച് വരുന്ന ഒരു തലമുറയെ ഇവിടെ മുസ്ലിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന രൂപത്തിലേക്ക് മനഃപൂർവ്വം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നാടുവിടുകയോ
നിയമം ലംഘിക്കുകയോ അല്ല ചെയ്യേണ്ടത്, മറിച്ച് നിയമ പോരാട്ടം നടത്തുകയാണ് വേണ്ടത്. ജനാധിപത്യ മാർഗത്തിലുള്ള സമര രീതികളും പ്രതിഷേധങ്ങളുമാണ് നമ്മൾ നടത്തേണ്ടത്. നമുക്ക് അനുവദിക്കപ്പെട്ട രൂപത്തിൽ തന്നെയുള്ള ഈ ആളുകളെ, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെ, മുസ്ലിങ്ങളെയെന്നല്ല, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒന്നിച്ചു പ്രതികരിക്കുകയും ആ നിലക്ക് മാറ്റമുണ്ടാക്കുകയുമാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം അതിലുപരി അള്ളാഹുവിന്റെ സഹായമാണ് നമുക്ക് ആവശ്യം. ഇതാണ് ഞാൻ ആമുഖമായി കേൾപ്പിച്ച വചനം. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതി മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളിൽ നിന്ന് അള്ളാഹുവിന്റെ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ, അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, സഹായം ലഭിക്കണമെങ്കിൽ മാനദണ്ഡമായി നമ്മുടെ കയ്യിലുണ്ടാകേണ്ടത് ഈമാനും തഖ്വയുമാണ്. ഈമാനും തഖ്വയും കൈമുതലാക്കി അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് ഈ രംഗത്തേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അള്ളാന്റെ ഒരു വാഗ്ദാനമുണ്ട്, ഇന്നാ ലനൻസുറു റുസുലനാ, നാം നമ്മുടെ ദൂതന്മാരെ സഹായിക്കും എന്ന് പറഞ്ഞിടത്ത് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ അങ്ങനല്ല. വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ വിശ്വാസികളെ നാം സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വാഗ്ദാനമാണ്. അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. വലൻ യജഅലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല. മുഅ്മിനീങ്ങൾക്കെതിരെ കാഫിറുകൾക്ക് അല്ലാഹ് ഒരു വാതിലും തുറന്നു കൊടുക്കുകയില്ല എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം നേടാൻ, അത് കൈമുതലാക്കാനുള്ള ക്വാളിറ്റി നമ്മൾ നേടിയെടുക്കുക, ഈമാനിലൂടെയും തഖ്വയിലൂടെയും നേടിയെടുക്കുക എന്നതാണ് നമ്മൾ ഈ ആയത്തുകളിൽ നിന്ന് പഠിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പൂർവികരുടെയും ചരിത്രത്തിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം അതാണ്. ആ നിലക്ക് യഥാർത്ഥ മുഅ്മിനുകളായി, മുത്തഖികളായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു സഹോദരൻ KV സാഹിബ് നമുക്കറിയാം, എല്ലാവർക്കും സുപരിചിതമാണ്. ഈ വേങ്ങരയുടെ പരിസരത്ത് ദീനി വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് നമുക്ക് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويقضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.